ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മോൾക്കിപ്പം 15 മാസം കഴിഞ്ഞ് 16ാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അവളുടെ ഒരു ഫുഡ് റൊട്ടീനാണ്. എല്ലാ ദിവസവും ഒരുപോലെയൊന്നും ആയിരിക്കില്ല. ചില ദിവസം കഴിക്കും, ചില ദിവസം കഴിക്കത്തില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവളുടെ ഒരു ഫുഡ് റൊട്ടീനാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അവൾക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് യൂഷ്വലി ഒരു 9-9:30 സമയത്താണ് കൊടുക്കുന്നത്. അപ്പം ഇന്ന് പഴം പുഴുങ്ങിയതാണ് കൊടുക്കുന്നത്. അതിൻ്റെ നടുക്കത്തെ നാരൊന്ന് എടുത്ത് മാറ്റി കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കയ്യിലിട്ട് നല്ലതുപോലെ ഉടച്ചു കൊടുക്കും. പിന്നെ കുറച്ച് നേരം അവളിരുന്ന് കളിക്കും. ചിലപ്പോൾ ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് ഞാൻ ഒരു ആപ്പിൾ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസായി കട്ട് ചെയ്ത് കൊടുത്തു. പക്ഷേ അവൾ അതിൻ്റെ നീരിറങ്ങിയിട്ട് ബാക്കി അങ്ങനെ തുപ്പി കളഞ്ഞിട്ടുണ്ട്. എന്തായാലും ആപ്പിൾ പരിപാടി പാളിയതുകൊണ്ട് ഞാൻ വേഗമൊക്കെ ലഞ്ച് റെഡിയാക്കി. ക്യാരറ്റും പാലക്ചേരിയും മുട്ടയൊക്കെ വെച്ചിട്ട് ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അത് കുറച്ച് മോരുവരെയൊക്കെ ചേർത്ത് ചോറ് കൊടുത്തു. പിന്നെ ഇളം ചൂടുള്ള ജീരക വെള്ളം കൊടുത്തു. പിന്നെ അവളെ ഒന്ന് ഉറക്കി കുളിപ്പിച്ച് അവളെ എണീച്ച് കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു. അത് ശകലം കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് ശ്രമിച്ച് നോക്കി. പക്ഷേ ആൾക്ക് അത്ര വിശപ്പായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവൾ ആദ്യം തന്നെ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് കൊടുത്ത് നോക്കി, പക്ഷെ അവൾ തുപ്പി. പിന്നെ കഴിവതും അവൾക്ക് വേണ്ട അല്ലെങ്കിൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവൾക്ക് ഫോഴ്സ് ചെയ്ത് കൊടുക്കാറില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവൾക്ക് കുറച്ച് തേങ്ങാ വെള്ളം കൊടുത്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവൾ കുറച്ച് നേരം ഇരുന്ന് എൻ്റെ കൂടെയൊക്കെ കളിക്കും. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടിയിട്ട് കുഴക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവൾ കഴിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കൊടുത്തത്. പക്ഷേ ജസ്റ്റ് ഒന്ന് കുറച്ച് ചവച്ചിട്ട് അവളത് തിരിച്ചു തുപ്പി. അവൾക്ക് അതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ ഇരുന്നൊരു ചെറിയ റോബസ്റ്റ പഴം അത് കയ്യിലിട്ട് പതുക്കെ ഞെവിടി അത് അവൾക്ക് കൊടുത്തു. പഴം അവൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പഴം കൊടുത്തു. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഒരു ദിവസം കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു സ്മൂത്തി പോലെ ആപ്പിൾ, സ്ട്രോബെറി, അവക്കാഡോ, പഴം, അങ്ങനെ കയ്യിലുള്ളതനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് കൊടുക്കും. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ പ്ലെയിനായിട്ട് പഴമായാലും കൊടുക്കും. ഞാൻ മിനിമം ഒരു 3 to 4 hours ഗ്യാപ്പിലാണ് അവൾക്ക് ഫുഡെല്ലാം കൊടുക്കുന്നത്. അന്നേരം അവൾക്കൊന്ന് വിശപ്പാവത്തുള്ളൂ. പിന്നെ അവൾക്കിന്ന് ഡിന്നർ രാത്രി കൊടുത്തത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി അവൾക്ക് നല്ല ഇഷ്ടമാണ്. ഇഡ്ഡലി ഞാൻ എരിയില്ലാതെ ചട്നി ഉണ്ടാക്കും. അപ്പോൾ അതും കൂടെ മുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത്രയാണ്. ഡിന്നറോട് കൂടി പരിപാടി കഴിഞ്ഞു. വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എല്ലാ ദിവസവും, മാറിയൊക്കെ കൊടുക്കും. ബ്രേക്ക്ഫാസ്റ്റിന് ചില ദിവസം ഇഡ്ഡലിയൊക്കെ കൊടുക്കും. ഇഡ്ഡലിയൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ പാൻ കേക്ക്സ് കൊടുക്കും. ചില ദിവസം ഏത്തയ്ക്ക അല്ലെങ്കിൽ മുട്ട, അങ്ങനെ മാറിയൊക്കെ കൊടുക്കും. ഉച്ചയ്ക്കും ചില ദിവസം ഞങ്ങളുടെ കറികളൊക്കെ തന്നെ ഇളക്കി ഒക്കെ കൊടുക്കും. അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങളിങ്ങനെയൊക്കെയാണോ കൊടുക്കുന്നത്? കമൻസിൽ പറയണം. അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.